ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മലപ്പുറം കിച്ചൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കപ്പ കോഫ്ത കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്, നമ്മൾ എപ്പോഴും ഉണ്ടാക്കാത്ത ഒരു കറിയാണ്. അപ്പോൾ ഒരു വെറൈറ്റി കറി തന്നെ പറയാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതൊന്ന് മറക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഈ കപ്പ കോഫ്ത കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കപ്പ കോഫ്ത തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന് 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ഒഴിവാക്കണം. ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഉള്ളിൽ ഈ വെള്ള കളറുള്ള ഭാഗം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ കുക്കിംഗ് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ തൊലിയൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയിട്ട് ഈ വൈറ്റ് ഭാഗം മാത്രം എടുത്തിട്ട് ഒന്ന് നല്ലപോലെ കഴുകണം. കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ഇത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ വലുപ്പമുള്ള പീസിൽ കട്ട് ചെയ്തെടുത്ത് അത് പെട്ടെന്ന് തന്നെ ഈ നടുഭാഗത്തുള്ള ഈ ആരുണ്ടല്ലോ, ഈ ആര് എടുത്ത് ഒഴിവാക്കണം. ഈ പീസസ് ഉള്ള വലുപ്പമായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇത് നിറയെ വെള്ളവും, അതായത് കപ്പ മുങ്ങണ രീതിയിൽ വെള്ളം ഒഴിക്കണം, മേലേക്ക് വെള്ളം ഒഴിക്കണം. എന്ന് വെച്ചാൽ നമുക്ക് വെള്ളം വാർത്ത് ഒഴിവാക്കാനുള്ളതാണ്, അപ്പുറത്തേക്ക് കളയാനുള്ളതാണ്. അപ്പോൾ ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ തിളച്ചതിന് ശേഷം സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 10-12 മിനിറ്റ് വേവേണ്ടി വരും. ഇപ്പോൾ ഇത് കപ്പ നല്ലപോലെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വെക്കാം, പുറത്തേക്ക് ഒഴിവാക്കാം. സ്റ്റെയിനറിലേക്ക് അരിച്ചെടുത്താൽ മതി. നമുക്കത് വെള്ളം വാർത്തിട്ട് വരാം. അപ്പോൾ വെള്ളം വാർത്തിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ഒരു തവിയോ അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുത്തി ഉടക്കണം. ചൂടോട് കൂടി തന്നെ ഉടക്കണം, എങ്കിലേ ഇത് ശരിക്കും ഉടഞ്ഞ് കിട്ടുള്ളൂ. ഇതുപോലെ നമുക്കൊന്ന് ഉടച്ചെടുക്കണം. ഇനി ചൂടാറാൻ വെച്ചിട്ട് ഇന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനത് നല്ല കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് കുഴക്കണം. നല്ല പോലെ നമുക്ക് ഈ സവാളയും ഉപ്പും ഒക്കെ എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ നല്ല പോലെ കുഴച്ചെടുത്തിട്ട് കൈ കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ എന്തെങ്കിലും തടവിയതിന് ശേഷം ഇതുപോലെ ബോളുകളായി, അതായത് കോഫ്ത എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബോളുകളാണല്ലോ, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. എല്ലാം ഇതുപോലെ ബോളാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോളുകളാക്കിയിട്ട് മാറ്റണം. കൈ കഴുകിയതിന് ശേഷം കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ കയ്യിലൊന്നായിട്ട് ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എല്ലാ കോഫ്തകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 13 കോഫ്ത തയ്യാറാക്കിയിട്ടുണ്ട്, അത്രയും കപ്പ കൊണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ കോഫ്തകളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത്. എല്ലാ ഭാഗവും ഫ്രൈ ആവണം. ഇതേപോലെ ഒരു ഭാഗം ഫ്രൈ ആയാൽ ഇങ്ങനെ തിരിച്ചത് കോഫ്ത ഉടഞ്ഞു പോവാതെ മെല്ലെ മെല്ലെ ഇങ്ങനെ തട്ടി എല്ലാ ഭാഗവും ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി, ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി എല്ലാ ഭാഗവും ഫ്രൈ ആയാൽ കോഫ്തകൾ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് എണ്ണ യൂസ് ചെയ്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ കുറേ എണ്ണ വേസ്റ്റായി പോവും.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ എണ്ണ കുറേ വേസ്റ്റ് ആവും. നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ പാനൊക്കെ ഒന്ന് തുടച്ചിട്ട് എല്ലാ കോഫ്തകളും ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടിട്ടുണ്ട്. പാനൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ആ കോഫ്ത ഇതാക്കിയ എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കോഫ്ത ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത ശേഷം നമുക്കിതിലേക്ക് 2 സവാള ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഈ ഗ്രേവിയിലേക്ക് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാള ഒന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം ഇനി ഒന്ന് വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ച ചുവൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. ഇപ്പോൾ പച്ചച്ചുവൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്യാം. ആദ്യം ഞാൻ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ പച്ചമണക്കൊന്ന് മാറട്ടെ. ഇനി ക്രഷ് ചെയ്ത മുളക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളകാണ് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി അരച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ തക്കാളി അരച്ചെടുത്തത്. തക്കാളി മാത്രം കട്ട് ചെയ്തിട്ട് ഗ്രൈൻഡറിൽ അരച്ചെടുത്തതാണ്. ഇപ്പോൾ ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ആകെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1.5 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. 1/4 പാൽ തന്നെയാണ് ഒഴിച്ചെടുത്തത്. ഏകദേശം 3/4 തേങ്ങയുടെ പാലാണിത്. ഒരു ഫുള്ള് തേങ്ങ ഇല്ല, 3/4 തേങ്ങ ചിരവി പാലെടുത്തതാണ്. ഒരു 1.5 കപ്പിൽ കുറച്ച് കൂടുതലുണ്ട്. അത് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ തേങ്ങാപ്പാലൊന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോഫ്തകളൊക്കെ ഓരോന്നായിട്ട് ഒന്നിൽ തൊടാതെ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഗ്രേവിയിലേക്ക് ഇറക്കി വെക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. കാരണം നമ്മൾ കോഫ്തയിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഗ്രേവിയിലേക്കുള്ള ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ സവാള വഴറ്റി കൊടുത്തപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പൊക്കെ പാകാക്കിയ ശേഷം നമുക്ക് ഇതേപോലെ കോഫ്തകൾ ഓരോന്നോരോന്നായിട്ട് ഇട്ടിട്ട് ഇതുപോലെ ഇടണം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും വേവാൻ വേണ്ടിയിട്ടാണ്. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. കപ്പയാണ്, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട്. ഫ്രൈ ചെയ്തത് കൊണ്ട് കുറഞ്ഞൊരു ഉറപ്പൊക്കെ ഉണ്ടാവും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ മെല്ലെ 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 ഒന്ന് തിരിച്ചിടാനേ പാടുള്ളൂ. അധികം കുക്കിംഗ് ടൈമൊന്നും വേണ്ടി വരില്ല. ഏറി വന്നാൽ ഒരു 5 മിനിറ്റ് 2 സൈഡും കൂടി കുക്കാവാൻ എടുക്കുള്ളൂ. ഒരു സൈഡ് 2 മിനിറ്റ്, പിന്നെ മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മല്ലിയില മേലെ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലുള്ള ഒരു പരന്ന പാത്രത്തിലാണ് സെർവ് ചെയ്യുന്നത് നല്ലത്. അല്ലെങ്കിൽ കോഫ്തകൾ ഒന്നിൻ്റെ മേലെ ആവാൻ പാടില്ല. അങ്ങനെ ഓരോരോ കോഫ്താസ് ഇതുപോലെ ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി വെച്ചിട്ട് ഗ്രേവി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ കോഫ്തകൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. കുഴിയുള്ള പാത്രത്തിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെയാണ് ഇത് സെർവ് ചെയ്യേണ്ടത്.
അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ എന്തൊരു പാർട്ടി ഉണ്ടാവുകയാണെങ്കിലും ഇപ്പോൾ കപ്പ കൊണ്ടുള്ളൊരു വിഭവം എല്ലാ പാർട്ടിയിലും ഉണ്ടാവും, പ്രത്യേകിച്ച് ഡിന്നറിനുള്ള പാർട്ടിയാണെങ്കിൽ. അപ്പോൾ അതിൽ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. സാധാരണ എല്ലാവരും കപ്പ ബിരിയാണിയോ കപ്പ പുഴുങ്ങിയതോ ഒക്കെയാണ് ഉണ്ടാക്കാറ്. ഇത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനുള്ളൊരു കറി ആയിരിക്കും ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഓരോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഓരോ കോഫ്ത ഓരോരുത്തർക്ക് എന്നുള്ള രീതിയിൽ സെർവ് ചെയ്യാൻ നല്ല ഇതായിരിക്കും ഇത്. എല്ലാവർക്കും ഇഷ്ടമാവും, ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ ഒരിക്കലും മറക്കരുത്.